ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം പങ്കിടുകയായിരുന്നു. ഇന്ന് രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ചൊരു ചിന്തയാണ് പങ്കുവയ്ക്കുന്നത്. പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അപ്പം ആ ചോദ്യത്തിന് പലപ്പോഴും പലർക്കും മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതേക്കുറിച്ച് പല പല സന്ദേശങ്ങൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ സാധിക്കുന്നവരുടെ എണ്ണം വളരെ കുറയും. എന്താണ് രക്ഷ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. സത്യത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ വിടുതൽ ആണ് യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്, ആദിപിതാവ് ചെയ്ത പാപത്തിൻ്റെ ഫലമായി നമ്മൾ പാപത്തിലാണ് ജനിക്കുന്നത്. അതായത് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും പാപത്തിലാണ് ജനിക്കുന്നത്. അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ കുഞ്ഞെന്നാ പിഴച്ചു എന്ന് പലപ്പോഴും ചോദിക്കും. ഈ പാപത്തിൽ ജനിക്കാണ്ട് ആ കുഞ്ഞെന്നാ പിഴച്ചു? പക്ഷെ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, നമുക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. പക്ഷേ യാഥാർത്ഥ്യം, ആ കുഞ്ഞും പാപത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ പാപത്തിൽ ജനിച്ച ഈ കുഞ്ഞിന് രക്ഷ സ്വന്തമാക്കണം. അതാണ് വലിയൊരു രഹസ്യമെന്ന് പറയുന്നത്. ഈ രക്ഷ എന്ന് പറയുന്നത് പാപമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്തീയ സഭകളിൽ മാമോദീസ എന്ന ഒരു കൂദാശയുണ്ട്. 7-ാമത്തെ ദിവസം അല്ലെങ്കിൽ 9-ാമത്തെ ദിവസമൊക്കെയും സ്നാനപ്പെടുത്തുന്ന ഒരു പതിവുണ്ട്. സത്യത്തിൽ ഇത് രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. എന്നിരുന്നാലും പിൽക്കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മാമോദീസ മുങ്ങിയ പലർക്കും പാപത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥ നമ്മൾ കാണാൻ സാധിക്കും. തെറ്റുകുറ്റങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഒരു ക്രിസ്തീയ സമൂഹം വെള്ളത്തിൽ മുങ്ങി സ്നാനം ഏറ്റാൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പം അങ്ങനെ മുങ്ങിയ ആൾക്കാർക്കും സത്യത്തിൽ രക്ഷയുടേതായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ നമുക്ക് അവിടെയും കുറവുകൾ ദൃശ്യമാണ്. എന്നാൽ എന്താണ് യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത്? ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നുള്ള മോചനമാണ് രക്ഷയെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് തൻ്റെ ഇടത്തോടെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടാവണം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നൊരു ഭാഗമുണ്ട്. ചീർക്കാത്ത, നിഗളിക്കാത്ത, എല്ലാം സഹിക്കുന്ന, എല്ലാം പൊറുക്കുന്ന ആ ദൈവസ്നേഹം. അപ്പം ആ ദൈവസ്നേഹം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരും. അതായത് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച്, മോചനം പ്രാപിച്ച്, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം സംഭവിക്കുമ്പോൾ, യേശു നമ്മുടെ രക്ഷകനായി നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭവമാണ്
ഈ സ്നേഹത്തിൻ്റെ അനുഭവം എന്ന് പറയും. ആ ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഉയരുന്നതാണ് യഥാർത്ഥ രക്ഷയെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അത് യേശുവുമായിട്ടുള്ള ഒരു വ്യക്തി ബന്ധമാണ് യേശുവിനായിട്ട്. അതേക്കുറിച്ച് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവും സജീവവുമായ ബലിയായി സമർപ്പിക്കുവിൻ എന്നൊരു ദൈവവചനമുണ്ട്. അപ്പോൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരനുഭവം. അപ്പോൾ ആ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞതുപോലെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എൻ്റെ യേശുവെ അവരുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ രക്ഷിക്കണമേ, അവിടുത്തെ കൃപയിൽ എന്നെ നിലനിർത്തണമേ. അപ്പം ഇതിനെല്ലാം നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ദൈവകൃപയെന്ന് പറയുന്നത്. ദൈവകൃപയാൽ നമ്മൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ ഈ രക്ഷ നമുക്ക് സ്വന്തമാകുന്നു. ആ രക്ഷിക്കപ്പെട്ട അനുഭവം നമുക്കുണ്ടാകുന്നു. ആ ദൈവസ്നേഹത്തിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു. ഇപ്രകാരം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം.